അങ്ങനെ സഞ്ജു ടെക്കിയെ വീണ്ടും സർക്കാർ പൊക്കി. പക്ഷെ അന്ന് ഗണേഷ് കുമാർ നിലത്തിട്ട് വരക്കാനാണ് പൊക്കിയത്. പക്ഷെ അത് കിട്ടേണ്ടതാണ് സഞ്ജു ടെക്കിക്ക്. പക്ഷെ ഇപ്പോഴും സ്നേഹത്തോടെയാണ് പൊക്കിയത്. പക്ഷേ മൊത്തം മാധ്യമങ്ങളും എല്ലാവരും കൂടി ആ സ്നേഹത്തോടെ പൊക്കിയത് നിലത്തിട്ട് ഉരക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പേഴ്സണലി ഞാൻ സഞ്ജു ടെക്കിയെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് പുള്ളി തെറ്റ് ചെയ്തു, അത് തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ പുള്ളിക്ക് കിട്ടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് മുഖ്യ അതിഥിയായിട്ട് 11-ാം തീയതി പുള്ളി ഇൻവൈറ്റ് ചെയ്തതാണ്. അതിലെന്താണ് ഈ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും എന്താണ് അത് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്? അതെന്താണ് ഇത്ര വലിയ പ്രശ്നം? അതാണ് പറഞ്ഞ ആരും നന്നാവാൻ നമ്മുടെ സമൂഹം സമ്മതിക്കില്ല. നമ്മൾ പറയാറുണ്ട്, കള്ളുകൂടി നിർത്തിയാലും പിന്നെയും അവൻ കള്ളുകൂടിയനാകും. എന്താ, കള്ളു കുടിച്ചിട്ട് അവൻ കള്ളുകൂടി നിർത്തിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ പിന്നെ ആ രീതിയിലാണ് അവനെ കാണുക. അവൻ കള്ളുകൂടിയനാണ്, അവൻ മുമ്പ് കള്ളു കുടിച്ചിരുന്നു, അവൻ അങ്ങനെയാണെന്ന രീതിയിൽ അവൻ അവോയ്ഡ് ചെയ്ത് കള്ള് മറന്ന അവനെ നമ്മൾ തന്നെ അവനെ കള്ള് ഓർമ്മിപ്പിച്ച് അവനെങ്ങനെയാണോ കള്ള് കുടിക്കുന്ന സമയത്ത് അവനോട് നമ്മൾ ബിഹേവ് ചെയ്തത് നിർത്തിയാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ബിഹേവ് ചെയ്യും. പിന്നെയും ഞാൻ എന്തിനാണ് മാറേണ്ടത് എന്നുള്ള രീതിയിൽ അവൻ പിന്നെയും കള്ളുകൂടിയനാവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പള്ളിയിലോ അമ്പലത്തിലോ പോവാത്ത ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് അമ്പലത്തിലോ പള്ളിയിൽ പോയാൽ അവനെ നോക്കുന്ന നോട്ടം തന്നെ അത് വേറെ രീതിയിലായിരിക്കും. ഇവനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇവനെ കാണാറൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ അവൻ ഒരിക്കലും പിന്നെ ആ പള്ളി ചിലപ്പോൾ നല്ലൊരു ഇനി നല്ലപോലെ പള്ളിയിലൊക്കെ പോകണം, അമ്പലത്തിലൊക്കെ പോകണം എന്നുള്ള ഇനി ഇത് നമുക്ക് തുടക്കാവട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പോയത്, പാവം. പക്ഷേ അത് പിന്നെ ഒരിക്കലും പോകാത്ത രീതിയിൽ ആൾക്കാരായി കൊടുക്കും. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഗുജറാത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിസഭ ആവട്ടെ, നമ്മുടെ കേരള മന്ത്രിസഭ ആവട്ടെ, ആരാണതിൽ ഒരു മോർ ദാൻ 60% ക്രിമിനൽ കേസുള്ളവരാണ്. ആർക്കാണ് കേസില്ലാത്തത്? കേസ് എല്ലാവർക്കും ഉണ്ട്. പുള്ളി അക്സെപ്റ്റ് ചെയ്തു ആ ഇഷ്യൂ. നമ്മളൊരു അക്സെപ്റ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഒരു പെറ്റി അടിച്ചു അല്ലെങ്കിൽ നമ്മൾ നിയമലംഘനം നടത്തി, ആ രീതിയിൽ നമുക്ക് എത്ര ഫൈന് നമുക്ക് ഞാൻ ഉൾപ്പെടെ നമുക്ക് എത്ര ഫൈൻ കിട്ടിയിട്ടുണ്ട്. പുള്ളി ആ ഒരു ഇഷ്യൂ ചെയ്തു. പുള്ളി ഒരു ഫേമസ് യൂട്യൂബർ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. പിന്നെയും പുള്ളി അതിനേക്കാളും വലിയൊരു തെറ്റ് ചെയ്തു, സർക്കാരിനെ വെല്ലുവിളിച്ചു. പിന്നെ അതൊന്നും കൂടി പിന്നെ ലൈസൻസ് വരെ റദ്ദാക്കുന്ന ഒരു ഇഷ്യൂയിലേക്ക് എത്തി. അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പുള്ളി അതിലൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഫാമിലിനെയാണ് ചീത്ത വിളിക്കുന്നത്, എൻ്റെ ഫാമിലിനെയും എൻ്റെ ഭാര്യേനൊക്കെയാണ് ചീത്ത വിളിക്കുന്നത്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ലൈഫൊന്നും അല്ല എനിക്ക്, ഞാൻ ഈ വീഡിയോ എടുത്തിട്ടാണ് ഞാനും ജീവിക്കുന്നത്. ഒരിക്കലും ഈ സഞ്ജു ടെക്കി അത്രയും നമ്മൾ താറടിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരാളല്ല. ആരായാലും സഞ്ജു ടെക്കി എന്നല്ല, ആരായാലും പുള്ളി തെറ്റ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു. അതിന് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിച്ച് ഇവിടെ ക്രിമിനൽ കേസ്, ഇവിടെ കൊന്നവന്, നമ്മുടെ കാസർഗോഡ് മൗലവിയെ കൊന്നവരെ വെറുതെ വിടുന്നുണ്ട്. TP ചന്ദ്രശേഖരനെ കൊന്നവർ അവിടെ അർമാദിക്കാണ് ജാമ്യം എടുത്തിട്ട്. അത്രയും വലിയ കേസൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ. നിയമലംഘനം നടത്തി നല്ല ശിക്ഷ കൊടുത്തു. അക്സെപ്റ്റ് ചെയ്യുക. പുള്ളി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അതിന് പുള്ളി ഒരു രാജ്യദ്രോഹി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല.